മുട്ടിപ്പോൾ വളഞ്ഞു, ഹിപ്പ് ജോയിൻ്റ് ഇപ്പോൾ അവിടെ നിന്ന് വിട്ട് നേരെ പൊങ്ങി മുകളിലോട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ മോൻ്റെ ചിലവ്, ജപ്തിയുടെ വക്കീലെത്തിയ എൻ്റെ അവസ്ഥ, ഭാര്യയുടെ ചികിത്സ, അതിനെല്ലാം കൂടെ കൊണ്ട് അത് എന്ത് പറയണമെന്ന് അറിഞ്ഞിടാത്ത അവസ്ഥയിലാണ്. മോൻ്റെ എക്സാം കഴിയുന്ന ആ സമയത്ത് തന്നെ അഡ്മിറ്റ് ആവണം. കാരണം അവന് കൂടുതൽ ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ജീവിതമെന്ന യുദ്ധഭൂമിയിൽ പൊരുതി വീണ് ഒരു കുടുംബം. കണ്ണു നനയാതെ കണ്ടിരിക്കാൻ കഴിയില്ല വെഞ്ഞാറുമൂട് പിരപ്പൻകോട് കല്ലുവെട്ടാൻകുഴി അംബുജത്തിൽ ജയചന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും കരളലിയിപ്പിക്കുന്ന ജീവിതകഥ. കുടുംബം പുലർത്തേണ്ട ഗൃഹനാഥൻ ഏറെക്കാലങ്ങളായി കിടപ്പിലാണ്. വർഷങ്ങൾക്ക് മുന്നേ ഷുഗർ കൂടി ആശുപത്രിവാസം, പിന്നെ കാലിലെ വിരലുകൾ ഓരോന്നായി മുറിക്കാൻ തുടങ്ങി. അതോടെ ഇന്നത്തെ 48-കാരൻ ജയചന്ദ്രൻ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് 24-ാമത്തെ വയസ്സിൽ ഡയബറ്റിക് തുടങ്ങി. ഇപ്പോൾ ഒരു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 2 കാലിൽ വിരലും മുറിച്ച്, ഒരു കാലിൽ 1 വിരലും മറ്റേ വലത് കാലിൽ 3 വിരലും മുറിച്ച് അടിവശം മുഴുവൻ കട്ട് ചെയ്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിനിടയ്ക്ക് ഒരു 4 വർഷം മുമ്പ് എൻ്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ വെച്ച് വീഴുകയും അത് 2 കുട്ടികൾ ഓടിക്കൊണ്ടുവന്ന് ഒരാളെ പിടിച്ച് തള്ളി ആ വീഴാൻ പോയ ആളുടെ തലകയറി മോൻ്റെ ഇടുപ്പല്ലിൽ ഇടിക്കുകയും വിട്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഗോകുല ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു, സ്ക്രൂ ഇട്ടു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് 20 വയസ്സിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ ആയപ്പോഴത്തേക്ക് വേദനയൊക്കെ തുടങ്ങി. ഇപ്പോൾ അവന് തീരെ ബുദ്ധിമുട്ടാണ്, നടക്കാനും വേദനയില്ല. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2 വർഷം കൊണ്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇനി മോൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ആക്സിഡൻ്റായി. റോഡ് ക്രോസ് ചെയ്ത് ഒരു വണ്ടി ഒന്ന് ഇടിച്ച് ആക്സിഡൻ്റായി, കാല് പൊട്ടലായി, ബെഡിൽ കിടപ്പാണ്. പിന്നെ എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടിലാണ്. വീട് ജപ്തി വക്കിലാണ്. കാരണം 2 വർഷത്തോളമായി തവണ അടച്ചിട്ട്. അതുകൊണ്ട് അതിൻ്റെ അത് ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബവും. അതിൽ എൻ്റെ ഏറ്റവും ഇളയ മകൻ മാത്രമേ ആരോഗ്യവാനായിട്ടുള്ളൂ. ആകെ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല മനസ്സുള്ള ആൾക്കാർ ഞങ്ങളൊന്ന് സഹായിക്കണം കരക്കാറാനായിട്ട്. ആകെ ബുദ്ധിമുട്ടാ. ഇതാണ് മൂത്ത മോൻ്റെ ഇടുപ്പല്ല് തെറ്റിപ്പോയതിൻ്റെ എക്സ്റേ. ഇവിടെയാണ് മുകളിലോട്ട് കയറിപ്പോയി. അതേപോലെ ഇടത് കാലിൻ്റെ വളവ്, ഈ കാലിൻ്റെ നീളം കുറഞ്ഞപ്പോൾ ഇതുകൊണ്ട് വളഞ്ഞുപോയി. അങ്ങനെ എല്ലാം കൂടെ അതിന് നല്ല ചിലവുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ അവനെ ശരിയാക്കണം, നമുക്കും രക്ഷപ്പെടണം. അതിനുള്ളൊരു സഹായം എല്ലാവരും സഹായിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ്റെ ഓപ്പറേഷൻ അത്യാവശ്യം. കാരണം 28-ാം തീയതി പരീക്ഷ കഴിഞ്ഞ ഉടനെ, 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ഉടനെ അവനെ അഡ്മിറ്റ് ചെയ്യണമെന്നും ഒരാഴ്ചയ്ക്കകത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ജോജി കൃഷ്ണൻ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ പറഞ്ഞത്. ഭർത്താവിനെയും 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഭാര്യ ദീപ ജീവിതത്തോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ചെറിയ ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിലിതാ വിധി ദീപയെയും വീഴ്ത്തി. ഒരു വാഹനാപകടത്തിൽ കാലുകളുടെ എല്ലുകൾ പൊട്ടി ദീപയും കിടപ്പിലായി. ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനവുമില്ല.
ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മോന് 2 കാലിൽ എമർജൻസി ഓപ്പറേഷനാണ്. നല്ല ചിലവാണ് ഓപ്പറേഷന്. അപ്പോൾ ഒരു കാലിൽ തന്നെ 2 പ്ലേറ്റ് വേണം. അതിന് നല്ല ചിലവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പം മോൻ്റെ എക്സാം കഴിയുന്ന ആ സമയത്ത് തന്നെ അഡ്മിറ്റ് ആവണം. കാരണം അവന് കൂടുതൽ ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കാല് വേദനയും ഇരിക്കുമ്പോൾ നടുവേദനയും ആ ഒരവസ്ഥയാണ് കുട്ടിക്ക്. ഞങ്ങൾ താമസിക്കുന്ന വീട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് സ്റ്റാച്യു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ച വീടാണ്. ഇപ്പോൾ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാതെ 2 വർഷത്തോളമായി ജോലിക്ക് പോയിട്ട്. അപ്പം അതുകൊണ്ട് ഈ ലോണെല്ലാം പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് പലതവണ നോട്ടീസ് വന്നു. ഇപ്പോൾ ലാസ്റ്റ് നോട്ടീസ് വന്നത് ജപ്തി നോട്ടീസാണ് വന്നത്. കാരണം ഞങ്ങൾ ഈ അവസ്ഥയിൽ എനിക്ക് കട്ടിൽ നിന്ന് ഇരിക്കാൻ വയ്യ. ഹസ്ബൻഡിന് ഈ അവസ്ഥയാണ്. മോനും ഓപ്പറേഷൻ ചെയ്ത് അതിന് 2 കാലും ഓപ്പറേഷൻ ചെയ്ത് എത്ര ദിവസം അവന് ബെഡിൽ കിടക്കണമെന്ന് അറിയാൻ വയ്യ. ഈ സമയത്ത് ഈ ജപ്തി കൂടി ചെയ്താൽ ഞങ്ങൾ എവിടെ പോകുന്ന ഒരു ഇല്ല. ഇവന് താഴെ ഇളയ കുട്ടിയും കൂടിയുണ്ട്. ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എവിടെ പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അക്ഷയ് കൃഷ്ണനും അഭയ് കൃഷ്ണനും മക്കളാണ്. അനുഭവിക്കുന്നു എങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിക്കോ എന്നായിരുന്നു ആ തീരുമാനം. സ്കൂളിൽ കളിച്ചുകൊണ്ട് നിൽക്കവേ മൂത്ത മകൻ അക്ഷയ് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിവാസത്തിനും സർജറിക്കും ശേഷം കാലിന് മുടന്തം സംഭവിച്ചു. കാലിന് സംഭവിച്ച മുടന്ത് മാറി ആ മോൻ നന്നായി നടക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരും. അഭയ് കൃഷ്ണൻ. ഞാൻ GVHS പിരപ്പങ്കോടിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചു നിന്നപ്പോൾ പാത്രം കൈക്കൊണ്ടിരുന്നപ്പോൾ 2 കുട്ടികൾ കളിച്ച് എൻ്റെ കാലൊന്ന് ഇഴിച്ച് കാലിൻ്റെ ഹിപ്പ് ജോയിൻറ്റ് വിട്ടുപോയി. അതിനുശേഷം 5ാം ക്ലാസ്സിൽ തന്നെ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ക്രൂ ചെയ്തു അതിൻ്റെ ഹിപ്പ് ജോയിൻറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 9ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് ശരീരം വേദനയും കാലുവേദനയും മുട്ടുവേദനയും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ 2 കാലിനും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മെയ് 1 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അർജൻറ്റാണെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര കാലുവേദനയും കുറച്ച് നേരം നടക്കുമ്പോൾ കാലുവേദനയും കഴപ്പും കുറേ നേരം നടക്കാനും പറ്റില്ല. ശരീരം വേദന നടുവേദനയൊക്കെ ഉണ്ട്. മുട്ടിപ്പോൾ വളഞ്ഞു. ഹിപ്പ് ജോയിൻ്റ് ഇപ്പോൾ അവിടെ നിന്ന് വിട്ട് നേരെ പൊങ്ങി മുകളിലോട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീടും കടുത്ത ദാരിദ്ര്യവും കുടുംബത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി മുന്നോട്ട് ജീവിക്കണമോ അതോ അവസാനിപ്പിക്കണമോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നതായി ജയചന്ദ്രനും കുടുംബവും പറയുന്നു. ഞാൻ ഈ വീട് വെച്ചത് ലോൺ എടുത്താണ്. ലോണ് കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതാണ്. ജോലിക്കൊക്കെ പോയി ക്ലിയറായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 വർഷം കൊണ്ട് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതായി. ഇപ്പോൾ ജപ്തി നോട്ടീസും വന്നു. ഞങ്ങൾ 3 പേരും കിടപ്പ് രോഗികളായി. എനിക്കിനി വെളിയിലിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയുടെ കാല് ആക്സിഡൻ്റായി ഒടിഞ്ഞു. മോന് 28ാം തീയതി കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം കിടക്കണമെന്നറിയില്ല. ഈ ജപ്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. 2 കുട്ടികളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. ആ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, മൂത്ത മോനിങ്ങനെ ആ ഒരു പരിതാപത്തിലാണ്. സ്റ്റാച്യു ഗ്രാമവികസന ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത്. ഏകദേശം ഞാൻ 3 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തായിരുന്നു വീട് വയ്ക്കാനായിട്ട്. അപ്പോൾ അടച്ചത് മുഴുവനും പലിശയിൽ പോയി. ഇപ്പോൾ വീണ്ടും മുതൽ മാത്രമായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ മോൻ്റെ ചിലവ്, ജപ്തിയുടെ വക്കീലെത്തിയ എൻ്റെ അവസ്ഥ, ഭാര്യയുടെ ചികിത്സ, അതിനെല്ലാം കൂടെ കൊണ്ട് അത് എന്ത് പറയണമെന്ന് അറിഞ്ഞിടാത്ത അവസ്ഥയിലാണ്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും കാരുണ്യത്തിലാണ് ഈ നാൾ വരെയും കഴിഞ്ഞുപോയത്. പക്ഷേ അവർക്കും പരിമിതികളുണ്ട് എന്നോർക്കണം. നമസ്കാരം, ഞാൻ പിരപ്പങ്കോട് വാർഡ് മെമ്പർ. ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ താമസിക്കുന്ന ജയകുമാർ എന്ന കക്ഷിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം ജയകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. അദ്ദേഹത്തിന് ഷുഗർ എന്ന അസുഖം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാലിലെ വിരലുകൾ മൊത്തം മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് 2ാമത്തെ കാലിലും ആ അസുഖം ബാധിച്ച് മുറിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ നടക്കാൻ വളരെ പ്രയാസമായ മകന് വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും നല്ലൊരു തുക കണ്ടെത്തുന്നുണ്ട്. അതുപോലെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അത്താണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. വൈഫ് സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി റോഡ് മുറിച്ച് കിടക്കുക ഒരു വണ്ടി വന്നിരിക്കുകയും അത് ആക്സിഡൻറ്റിൽ കാലിൽ ക്ഷതമാക്കുകയും കാലിൽ കമ്പിയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുപോലെ വീടിനെ പറ്റി വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വീടും പുരയിടവും ഇപ്പോൾ ജപ്തിയിലാക്കിയാണ്. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ ജപ്തിയിൽ നിന്ന് നമുക്കും ഇവരെയൊക്കെ കരകയറണമെങ്കിൽ സുമനസ്സുകളായ നമ്മുടെ എല്ലാവരുടെയും ഒരു കൈത്താങ് ആവശ്യമാണ്. ആ കൈത്താങ്ങിൽ കൂടി മാത്രമേ ഈ കുടുംബത്തെ നമുക്ക് കരയേറ്റി കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഒരു മകനുള്ളത് പഠിക്കുകയാണ്, ഇന്ന് 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം നമുക്ക് ഈ ഒരു വീട്ടിലും നമ്മുടെ ഈ ജയകുമാർ എന്ന വ്യക്തിക്കും നൽകണം എന്ന് പറയുകയാണ്. സുമനസ്സുകൾ ഈ ന്യൂസ് കണ്ട് എല്ലാവരും ഇദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ആയിരങ്ങളെ ഇരുളിടങ്ങളിൽ നിന്നും പുതുവെളിച്ചത്തിലേക്ക് നയിച്ച സുമനസ്സുകളുടെ സഹായത്തിനായി കുടുംബം നിങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുകയാണ്. ജയചന്ദ്രൻ കാർപ്പൻ്റർ വർക്ക് നടത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ പഞ്ചസാരയുടെ അസുഖം മൂർച്ഛിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 കാലിലെയും വിരലുകൾ 10 വിരലുകളും എടുക്കുകയും അതോടൊപ്പം തന്നെ കാൽപാദത്തിൻ്റെ അടിഭാഗം 2 കാൽപാദത്തിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുന്ന അവസ്ഥയും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുമാണ് നിലവിലുള്ളത്. വളരെ ദയനീയമായി പിന്നെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ദയനീയമായി നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. പുള്ളിയുടെ വീട് തന്നെ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, വീട് പൂർത്തിയായിട്ടില്ല, വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ. കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കുടുംബത്തെ ഈ നാട്ടുകാരെല്ലാം കൂടി സഹായിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ പോകുന്നത്. വളരെ സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ ഈ മകനെ നല്ലപോലെ വിദ്യാഭ്യാസം നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ചികിത്സാ ചെലവും ഈ കുടുംബത്തിൻ്റെ ഈ ലോണും കാര്യങ്ങളൊക്കെ ഇത് പോകണമെങ്കിൽ വളരെ ഭാരിച്ച ഒരു ചിലവാണ്. ഈ നാട്ടുകാരുടെ നമ്മുടെ ഈ പ്രദേശത്തെ ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് അത് കഴിയില്ല. ഇത് ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും നല്ല മനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബം നിലനിർത്തുന്നതിനും ഈ കുടുംബത്തെ സഹായിക്കാനും കഴിയൂ എന്നുള്ളതാണ്. വിസ്മയ ന്യൂസ്, പിരപ്പൻകോട്.